ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളൊരു ഒറ്റമൈൻഡ് ട്രിപ്പ് കണ്ടാലോ. വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ട്രിപ്പായിരുന്നു, അതുകൊണ്ട് എല്ലാം ഷടപടയും തന്നെയായിരുന്നു ചെയ്തത്. അങ്ങനെ ഞങ്ങൾ രാവിലെ തമിഴ്നാട് എവിടെയോ ഏതോ ഒരു സ്ഥലത്തെത്തി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ട്, പക്ഷേ അവിടെ നിന്നൊന്നും കഴിക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഊട്ടിയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കിന്നക്കോര എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യൻ ഉദിക്കാത്ത ഗ്രാമത്തിലേക്ക് പോയാലോ എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാന്. പക്ഷേ ഞങ്ങളുടെ പ്ലാനൊന്നും വർക്കായില്ല ഗൈസ്. അവിടെ പൈൻ ഫോറസ്റ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് ട്രക്കിംഗ് എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞ് കുറേ പേര് നിൽക്കുന്നുണ്ടോ. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും ട്രക്കിംഗ് എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറഞ്ഞ് കയറിപ്പോയി ആ നട്ടപ്പൊരി വെയിലത്ത്. ഞാൻ വരുന്നില്ല എന്നൊരു 1000 വട്ടം പറഞ്ഞിട്ട് എന്നെ വലിച്ചുകൊണ്ട് പോയി. പൊട്ടാച്ചി വെയിലായിരുന്നു ഗൈസ്, പൊട്ടാച്ചി വെയിൽ. ഊട്ടിയിലെത്തിയിട്ട് പൊട്ടാച്ചി വെയിൽ, തണുപ്പുമില്ല ഒന്നുമില്ല. ഈ മെയിനായിട്ട് കണ്ണട വെച്ച് നടക്കുന്ന അവനില്ലേ, അവനാണ് എന്നെ വലിച്ചുകൊണ്ട് പോയത്. അങ്ങനെ ഞങ്ങൾ എക്സ്പ്ലോറൊക്കെ ചെയ്ത് ഉണക്കമീൻ പരുവത്തിൽ തിരിച്ചു വന്നു ഗൈസ്. എന്തായാലും വന്നല്ലേ, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും ശവാസനത്തിലേക്ക് പോയി ഗൈസ്. ഒരു 1.5 മണിക്കൂർ ഞങ്ങളെല്ലാവരും ശവാസനത്തിലായിരുന്നു, പടായിട്ട് കിടന്നുറങ്ങായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ അറിയാണ്ട് അവനെടുത്ത വീഡിയോസാണ്, അതുകൊണ്ട് എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഞങ്ങളങ്ങനെ വീഡിയോസൊന്നും കൂടുതലായിട്ട് എടുത്തിട്ടില്ല, ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചതില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഇതെന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല, ജസ്റ്റ് എടുത്തു നോക്കാമെന്ന് വിചാരിച്ചെടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തല്ലുകൂടലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഊട്ടി ഗാർഡനിലേക്കാണ് പോയത്. വേറെ എവിടെയും പോകാൻ പറ്റിയില്ല, കിന്നക്കോരയൊക്കെ ഒരു സ്വപ്നമായി മാറി. ഇവിടെ വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പം ഞങ്ങൾ വെയിലില്ലാത്ത സ്ഥലത്ത് പോകാമെന്നുള്ള രീതിയിൽ പോകുന്ന സമയത്ത് ഏതോ ഒരു സ്ഥലത്ത് നിർത്തി. പക്ഷെ കൊള്ളാം ഗൈസ്, ഊട്ടിയിൽ വന്നത് വെറുതെ ഇല്ലെന്ന് തോന്നിപ്പോയി. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ, നല്ലൊരു ക്ലൈമറ്റ്, നമുക്ക് നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അവിടെ. പിന്നെ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. പിന്നെ ആ വൈറ്റ് ഷർട്ട് ഇട്ടില്ലേ, അവനാണ് അലൻ, എൻ്റെ അനിയനാണ്, സഹിച്ചല്ലേ പറ്റുള്ളൂ. ഈ കുരങ്ങനെ പോലെ കാണിക്കുന്നില്ലേ, അവനാണ് അഭിഷേക്, അവനാണ് മെയിൻ. പിന്നെ ആ ബ്ലാക്ക് ക്യാപ്പ് ഇട്ടിട്ടുള്ളതാണ് അലൻ. ചെറിയ കുട്ടിയാണെന്ന വിചാരം, പക്ഷേ 10-30 വയസ്സുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ ബാക്കിൽ വന്നിട്ട് എന്നെ അടിച്ചു പോയതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സെത്തിന. എൻ്റെ അനിയനായതുകൊണ്ട് പറയല്ലേ, അവൻ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഇപ്പം കയറിയ നാളെ രാവിലെ നാട്ടിലെത്താമെന്നുള്ള പ്ലാനിങ്ങിൽ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ അഭിഷേകിന് അവൻ്റെ ആൾക്കാരെയൊക്കെ കണ്ട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ചോളമൊക്കെ വാങ്ങി കഴിക്കാൻ തുടങ്ങി. പക്ഷേ ഞങ്ങൾ കൂടുതൽ വീഡിയോസ് എടുത്തിട്ടില്ല, അതാണ് ഇതിലൊന്നും ആഡ് ചെയ്യാൻ പറ്റാത്തത്. കുഴപ്പമില്ല. എന്തായാലും ട്രിപ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു ഗൈസ്. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാൽ തന്നെ അടിപൊളിയാണ്. പിന്നെ മൈൻഡൊക്കെ സെറ്റായി, സ്ട്രെസ്സൊക്കെ പോയി, ഒരു വൈബായിരുന്നു ആ സമയത്ത്. പിന്നെ ഞങ്ങൾ കുറച്ച് വൈബാക്കാൻ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് അവസാനിക്കുകയാണ് ഗൈസ്. അടുത്തൊരു ട്രിപ്പുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇവനാണ് നമ്മളെ മെയിൻ ട്രിപ്പ് പ്ലാനർ. എല്ലായിടത്തിലേക്കും നമ്മളെ സേഫായിട്ട് എത്തിക്കുന്നത് ഇവനാണ് ഗൈസ്.